ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റൂം ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് എൻ്റെ റൂം വൃത്തിയാക്കാന്ന് വെച്ചാൽ നല്ല അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ എന്നാൽ ഒരു റൂം ടൂറും കൂടി ആക്കിയാലെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ അലമ്പായി കിടക്കുന്ന റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്. അങ്ങനെ ശരിക്കൊന്നും കാണിച്ചു തരില്ല, എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ നീറ്റായിട്ട് കാണിക്കുള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ ട്രൈപ്പോഡ്, എൻ്റെ ഗോകുവിൻ്റെ ട്രൈപ്പോഡാണിത്. അപ്പം ഈ റൂം വൃത്തിയാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പണി. ഞാൻ കല്യാണത്തിന് ശേഷം മനസ്സിലാക്കിയൊരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കും ഈ റൂം കണ്ടാൽ കാലാകാലങ്ങളായിട്ട് വൃത്തിയാക്കിയിട്ടില്ല എന്ന്, പക്ഷെ അങ്ങനെയല്ല. ഞാനൊരു 2 days 3 days ഗ്യാപ്പ് വിട്ട് വൃത്തിയാക്കുന്നതാണ്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഈ മണ്ണാമ്പിലൊക്കെ വരുന്നുണ്ട്, ഭയങ്കര വൃത്തികേടാവുന്നുണ്ട് റൂം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഫ്രീ ആയ സമയത്ത് ഞാൻ നീറ്റാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്കെന്നാൽ പണിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ യുദ്ധത്തിന് കിടക്കുന്നതിന് മുന്നിലേ നമുക്ക് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകളൊക്കെ എടുത്തു വെച്ചു. ആദ്യം ബാൽക്കണിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ബാൽക്കണിയിൽ കുറച്ച് പ്ലാന്റ്സും മെഷീൻസൊക്കെ വെച്ചതുകൊണ്ട് നന്നായിട്ട് പൊടിയടിക്കും. റൂം ക്ലീനിങ് അല്ലെങ്കിൽ ഒരു സാധനം എടുത്ത് വെക്കുക, ഡ്രസ്സ് എടുത്ത് വെക്കുക, അതും ഓർഗനൈസ് ചെയ്തിട്ട് തന്നെ എടുത്ത് വെക്കുക എന്നുള്ളത് എനിക്കൊരു ഇഷ്ടമുള്ള സംഭവമാണ്. ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് സംഭവം ഒരു ക്രേസ് ആയിട്ടുള്ള സംഭവമാണ്. എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് ഒരു 3-4 പേർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. ഐ വാസ് ആൻ OCD പേഷ്യൻറ്റ്. എനിക്ക് നല്ല രീതിയിൽ OCD ഉണ്ടായിട്ടുണ്ട്. OCD എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വൃത്തിയാക്കലായിരിക്കും ഈ പെണ്ണ് പറയുന്ന OCD. അത് മാത്രമല്ല, പല കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ചത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം. പല സംഭവങ്ങൾ അങ്ങനെ തന്നെ എടുത്തു വെക്കണം, തിരിച്ചു വെക്കണം, മറിച്ച് വെക്കണം, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ വൃത്തിയാക്കലും ഓർഗനൈസിങ്ങും ഒക്കെ ഒരു പ്രാന്തായതുകൊണ്ട് ഞാൻ നിഖിലാടിൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. കാരണം പുള്ളിക്കാരൻ വന്ന് ചെയ്താലും എനിക്ക് ഞാൻ തന്നെ ഒന്നുകൂടി ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ വെക്കേണ്ടി വരും. എന്നാലും പുള്ളിക്കാരൻ വന്ന് ഫാനും ബെഡൊക്കെ വന്ന് സെറ്റ് ചെയ്ത് തരാറുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ചൂടായിട്ടുണ്ട്, അതെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും എന്നെ മനസ്സിലാക്കി എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണോ എനിക്ക് വേണ്ടത് അതുപോലെ എനിക്ക് ചെയ്തു തരാറുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡാണ്. ഇതാണ് എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങി തന്ന 2 ഗിഫ്റ്റാണ്, ഈ സ്റ്റാച്യൂവും ഫ്രെയിമും. അപ്പോൾ നമ്മൾ അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്തത് തുടക്കലാണ്. നിങ്ങൾ ഈ ഫ്ലോർ തുടക്കാൻ ഉപയോഗിക്കുന്ന നോർമൽ ഫ്ലോർ ക്ലീനിങ് സാധനങ്ങളാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പുൽത്തൈലാണ്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. നമ്മുടെ ഒരു ഏത് സ്മെല്ലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു നാരങ്ങയുടെയോ ലെമണിൻ്റെ ഒക്കെ സ്മെല്ലായിട്ടാണ്. ഇത് വെച്ച് റൂം തുടച്ചാൽ പിന്നെ അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 to 3 ഡ്രോപ്സ് യൂസ് ചെയ്തിട്ടാണ് റൂം തുടക്കാറ്. റൂമെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് തുടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പകുതി ആശ്വാസവും ഒരു സന്തോഷമാണ്. അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. അടിച്ചും തുടച്ചും കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തുണി വെച്ചിട്ട് ഞാൻ എല്ലാം തുടക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ബാൽക്കണിയിൽ ഇരിക്കുന്ന പ്ലേസാണ് തുടക്കാറ്. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ഡമ്പലൊക്കെ വെച്ചിട്ട് അതെല്ലാം താഴെ വെച്ചിട്ട് ആണ് തുടക്കുന്നത്. അതുപോലെ തന്നെ ആ സൈക്കിളും പിന്നെ നമ്മൾ ചെടി വെച്ച ചട്ടിയും പിന്നെ അതിൻ്റെ വോളും കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കും. പിന്നെ അതുപോലെ കുറച്ച് ഹാങ് ചെയ്തിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, അതൊക്കെ തുടച്ച് വെക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ ഡോറും ജനലും എല്ലാം ഞാൻ തുടക്കാറുണ്ട്. കാണുന്നവർ വിചാരിക്കും ഇവക്ക് പ്രാന്തായെന്ന്, പക്ഷേ ഇതെനിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു സംതൃപ്തി കിട്ടാനുണ്ട്. അത് ആർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വീടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ ഓരോ മുക്കും മൂലയിലും നന്നായിട്ട് പൊടിയണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിലുള്ള ഓക്സിജൻ ശ്വസിക്കാൻ പറ്റും, നിങ്ങൾ ഹെൽത്തി ആവും. പിന്നെ എനിക്ക് അലർജി ഇഷ്യൂസും ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പൊടി തീരെ പറ്റില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓരോ സാധനങ്ങളും എടുത്തിട്ട് ഇതുപോലെ തുടച്ച് വെക്കും.
അങ്ങനെ റൂം വൃത്തിയാക്കലിൻ്റെ അവസാന മൊമെൻ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് കുളിച്ചിട്ട് വരാമെന്ന്. കാരണം ഓൾറെഡി ടൈം 2:30 ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല റൂമെല്ലാം ഒന്ന് ഡ്രൈ ആവാനും ഉണ്ടായിരുന്നു. എല്ലാം മൊത്തത്തിൽ തുടച്ചതല്ലേ. കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്, നോർമലി എല്ലാവരും റൂം ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് റൂം ഫ്രഷ്നേഴ്സ് അല്ലോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്, എന്തെങ്കിലും അരോമ തിങ്സ്. പക്ഷേ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ചന്ദനത്തിരിയാണ്. കാരണം എനിക്ക് വേറെ ഒന്നിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് പൂജാമുറിയിൽ നിന്ന് ഒരു ചന്ദനത്തിരി എടുത്തുകൊണ്ട് വെച്ചിട്ട് റൂമിൽ ഇങ്ങനെ കുറച്ച് നേരം കത്തിച്ച് വെക്കും. ഇതാണ് ഞാൻ അരോമയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ കത്തിച്ച് വെച്ചിട്ട് റൂമിൻ്റെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടക്കാൻ വേറെ തന്നെ ഒരു സുഖമായിരിക്കും. അപ്പോൾ ഫൈനലി നമ്മുടെ റൂം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങിയാൽ മതി. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.